അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ കൈകാര്യം ചെയ്യുന്നത് 92-ാമത്തെ 87-ാമത്തെ സൂറത്ത് അഅലയാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് തുടങ്ങുന്ന സൂറ. ഈ സൂറയിൽ ജബ്ബാർ പറഞ്ഞത് ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. മക്കയിലിറങ്ങിയ എല്ലാ സൂറകളിലുമുള്ള ചേരുവകൾ തന്നെയാണ് ഇതിലുള്ളത്. ജബ്ബാറിൻ്റെ വാക്കുകളാണ്. കുറച്ച് ഭീഷണി, പഴങ്കഥ, ചീത്ത പറച്ചിൽ, അവസാനം തലയിലെഴുത്ത് പറയൽ, മക്കാ സൂക്തങ്ങളുടെ മൊത്തം പാറ്റേൺ അത് തന്നെയാണ് ഇതിലുള്ളത് എന്നാണ്. കാര്യമായിട്ടൊന്നുമില്ല എന്നാ മൂപ്പര വാദം. കാര്യമായിട്ടൊന്നുമില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ജബ്ബാർ ഉദ്ദേശിക്കുന്ന ചില സംഗതികളുണ്ട്. ഒന്നാമതായിട്ട് മക്ക മുശ്രിക്കുകൾ, മക്കയിലെ ഇസ്ലാമിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ ഉന്നയിക്കുന്ന നബി ഭ്രാന്തനാണ്, സാഹിറാണ്, ഖുർആന് മുഹമ്മദിൻ്റെ സ്വന്തം കൃതിയാണ്, അള്ളാഹുവിൻ്റേതല്ല എന്നൊക്കെയുള്ള വാദഗതികൾ. ഇതിന് മറുപടി ഉണ്ടാവണം. അതായത് ഖുർആനിലുള്ള എല്ലാ സൂറത്തുകളിലും ഇതിന് മറുപടിയാണ് ഈ പൊട്ടൻ ജബ്ബാർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണാതിരിക്കുമ്പോൾ പിന്നെ മൂപ്പർക്ക് ഹാലിളകുകയാണ്. ഇതിനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയണത് എന്താണ്? ഉസാ എന്ന ഒരു പദം ഉണ്ടായിരുന്നു, ഉസാ അന്നഹ്വ. ഇതിലൊരു ദൃഷ്ടാന്തവുമില്ല. അതായത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ അഖ്റജൽ മർഅ ഫജഅലഹു ഗുസാഅൻ നഹ്വ. ഈ വാക്യങ്ങളിൽ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ജബ്ബാറിൻ്റെ ഭാഷ്യം. സൃഷ്ടിച്ചു, ശരിപ്പെടുത്തി, കുറച്ച് കാലം കഴിയുമ്പോൾ സാധനങ്ങളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചാരനിറമുള്ള ചവറായി മാറും. ഇതിന് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മുഫസ്സിറുകൾ പറയുന്നു. പഴയ അറബികൾക്കറിയാത്ത യാതൊന്നും ഇതിലില്ല. ഇതൊക്കെ ദൈവം ചെയ്യുന്നതാണെന്ന കാര്യത്തിലും അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജബ്ബാർ തെരഞ്ഞത് ഇതിന് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് ജബ്ബാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഖുർആൻ ഇതിലൂടെ സ്ഥാപിക്കണത് എന്താണ്? ഖുർആൻ മനുഷ്യനോട് ജബ്ബാറിനെ പോലുള്ള ഈ അന്ധവിശ്വാസം വല്ലാണ്ട് കലശലായിട്ടുള്ള പ്രപഞ്ചത്തിനൊരു ദൈവമില്ല, സൃഷ്ടാവുമില്ല, അതൊക്കെ അങ്ങോട്ടുണ്ടായതാണ് എന്ന് പറയുന്ന അന്ധവിശ്വാസം ഉണ്ടല്ലോ. ഈ അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യരോട് ഖുർആൻ പറയുന്നത് അവർ തന്നെ അംഗീകരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവ്. ആ സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ ശത്രുക്കൾക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തെയും ആ സൃഷ്ടാവാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും മനുഷ്യന് ആവശ്യമായിട്ടുള്ള സകലമാന വസ്തുക്കളും സംഗതികളും ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ആ സൃഷ്ടാവാണ് എന്നൊക്കെയുള്ള സംഗതി അവർ തന്നെ അംഗീകരിക്കുന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ആ സൃഷ്ടാവിലേക്ക് ക്ഷണിക്കുകയാണ് ഇവിടെ ഖുർആൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സബ്ബിഹിസ്മ റബ്ബിക്ക്, സബ്ബിഹ് നീ പ്രകീർത്തിക്കുക. ആരെ എന്തിനെയാണ് പ്രകീർത്തിക്കേണ്ടത്? ഇസ്മ റബ്ബിക്ക, നിൻ്റെ നാഥൻ്റെ നാമത്തെ. എന്തിനാണ് ഖുർആൻ ഇത് പറയുന്നത്? ഒന്ന്, നിൻ്റെ നാഥൻ. ആരാണ് നിൻ്റെ നാഥൻ എന്നുള്ളതാണ് പിന്നീട് പറയുന്നത്. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജബ്ബാറിനെ പോലുള്ള ഞാൻ പറഞ്ഞ ഈ അന്ധവിശ്വാസികളെ മാറ്റി നിർത്തിയാൽ അവർ പോലും യഥാർത്ഥത്തിൽ ഇതൊക്കെ പുറംപൂച്ചിന് പറയണമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ ഈ പ്രപഞ്ചത്തിന് തീരെ ദൈവമില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടോയെന്നുള്ളത് അത് മനസ്സ് കീറി മുറിച്ച് നോക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്.
യഥാർത്ഥത്തിൽ അവർക്ക് പോലും അത് പൂർണ്ണ ബോധ്യത്തോടുകൂടി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം മനുഷ്യന് മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ആ മനസ്സാക്ഷി നഷ്ടപ്പെട്ടു പോകണം ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ, ബോധപൂർവം പറയാൻ കഴിയണമെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇതൊരു ഫാഷനായി ഇതിനെ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം. അതിനാണ് ഇപ്പം മാർക്കറ്റുള്ളത് എന്നതുകൊണ്ട് അത് അങ്ങനെ പറയുമ്പോൾ കുറച്ച് ആളുകളെ പിന്നിൽ കിട്ടും ചെയ്യും. എന്നാൽ ഇതല്ലാത്ത സാധാരണ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതോ വിധത്തിൽ ദൈവവിശ്വാസികളാണ്. ആ ദൈവവിശ്വാസികൾ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെ പ്രകീർത്തിക്കുന്നവരാണ്. ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. തങ്ങളുടെ സങ്കടങ്ങളും പരിദേവനങ്ങളും ഒക്കെ ആ ദൈവങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നവരാണ്. ഇവിടെ മനുഷ്യനോട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ പ്രപഞ്ചത്തിന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ഒരു ദൈവം മാത്രമേ ഉള്ളൂ സൃഷ്ടാവായിട്ട്. അത് നിങ്ങളും അംഗീകരിക്കണമാണ്. ഇവിടെ മക്കയിലെ മുശ്രിക്കുകൾ എന്ന് മാത്രമല്ല, ലോകത്തിലെ മിക്കവാറും മതക്കാരെടുത്തു നോക്കിയാൽ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവേ ഉള്ളൂ എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ആ സൃഷ്ടാവിൻ്റെ പേര് എന്തെന്നുള്ളത് ഓരോ ഭാഷയിലും ഓരോ പേരുണ്ടാവാം. അത് വെച്ചിട്ടാണ് അവർ സൃഷ്ടാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ആ സൃഷ്ടാവിൻ്റെ കീഴിലായിട്ട് ആ സൃഷ്ടാവിനോട് ശുപാർശയിലൂടെയും മറ്റും തങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരാവുന്ന ചെറിയ ചെറിയ കുട്ടി ദൈവങ്ങൾ വേറെ ഉണ്ടെന്നാണ് പിന്നെ വിശ്വാസം. അപ്പോൾ ഏകനായിട്ടുള്ള അതിശക്തനായിട്ടുള്ള യാതൊരു അതിരും സീമയുമില്ലാത്ത ശക്തിയുടെ കേന്ദ്രമായിട്ടുള്ള ഒരു സൃഷ്ടാവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആരെയാണ് പ്രകീർത്തിക്കേണ്ടത്? നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ കുട്ടി ദൈവങ്ങളെയാണോ? അതിന് യഥാർത്ഥത്തിൽ യാതൊരു അസ്തിത്വം ഇല്ലാന്നുള്ളത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നതാണ്, നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളതുമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റബ്ബിൻ്റെ നാമം പ്രകീർത്തിക്കാണ് എന്നാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ മനുഷ്യൻ സമ്മതിക്കുന്ന ഒരു സംഗതി എടുത്തു ധരിച്ചുകൊണ്ട് അവനോട് പറയുമ്പോൾ അതിന് കൂടുതൽ മൂല്യവും കൂടുതൽ അവൻ്റെ മനസ്സിന് സ്വാധീനം ഉണ്ടാവും എന്നുള്ളത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിനാണ് ഇവിടെ ജബ്ബാർ തള്ളി പറയുന്നത്, ഇതിലൊന്നുമില്ല പറഞ്ഞിട്ട്. അപ്പോൾ സബ്ബിഹിസ്മ റബ്ബിക്ക്, നിൻ്റെ നാഥൻ്റെ നാമം നീ പ്രകീർത്തിക്കണം എന്നാ. നീ പ്രകീർത്തിക്കേണ്ടത് മറ്റാരുടെയെങ്കിലും നാമത്തെയല്ല, നിൻ്റെ നാഥൻ്റെ നാമത്തെയാണ്. ആരാണ് നിൻ്റെ റബ്ബ്? റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നർത്ഥമുണ്ട്, ഉടമസ്ഥൻ എന്നർത്ഥമുണ്ട്, പടിപടിയായിട്ട് സൃഷ്ടിച്ചുണ്ടാക്കുന്നവൻ എന്നർത്ഥമുണ്ട്, യജമാനൻ എന്നർത്ഥമുണ്ട്, നിയമവ്യവസ്ഥ ഉണ്ടാക്കുന്നവൻ എന്നർത്ഥമുണ്ട്. ഇങ്ങനെയൊക്കെ അറബി ഭാഷയിൽ ഈ പദത്തിന് അർത്ഥമുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ വിശുദ്ധ ഖുർആൻ റബ്ബ് എന്ന് പ്രയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിൻ്റെ റബ്ബ് എൻ്റെ നാമം പ്രകീർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നിൻ്റെ റബ്ബ് ആരാണെന്ന് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുക ചെയ്യുന്നത്. അത് അവർക്ക് മനസ്സിലാവുന്ന സംഗതിയാണ്. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. അല്ലദീ ഖലഖ സൃഷ്ടിക്കുകയും ഫസവ്വ എന്നിട്ട് അതിനെ ശരിപ്പെടുത്തുകയും ചെയ്തവൻ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഈ ആകാരം മാത്രമല്ല, അവൻ്റെ ബുദ്ധി, അവൻ്റെ നൈസർഗികമായിട്ടുള്ള ഗുണങ്ങൾ, അവൻ്റെ മറ്റ് യോഗ്യതകളും കഴിവുകളും അവനെല്ലാം ആരാണ് ഉണ്ടാക്കിയത്? അത് മനുഷ്യനെ സമ്മതിക്കുന്നതാണ് ദൈവമാണ്. ആ ദൈവത്തെയാണ്, ആ സൃഷ്ടാവിനെയാണ് നീ പ്രകീർത്തിക്കേണ്ടത്. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ എന്നിട്ട് കാര്യങ്ങൾ നിർണ്ണയിക്കുകയും ഫഹദ എന്നിട്ട് ഹിദായത്ത് നൽകുകയും ചെയ്തവൻ. ഇവിടെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ, ഹിദായത്ത് എന്ന പദം വിശുദ്ധ ഖുർആൻ 2-3 അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ഹിദായത്ത് എന്ന് പറഞ്ഞാൽ മാർഗം കാണിച്ചു കൊടുക്കുക എന്നാണ്. രണ്ടാമത്തെ അർത്ഥം മാർഗത്തിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ആ മാർഗത്തിലൂടെ മുമ്പോട്ട് നയിക്കുക എന്നുള്ളതാണ്. അപ്പം വ്യവസ്ഥയും ചിട്ടയും ക്രമവുമൊക്കെ ശരിപ്പെടുത്തി ആ വ്യവസ്ഥയും ക്രമവും ചിട്ടയുമൊക്കെ പാലിക്കാൻ പാകത്തിൽ സൃഷ്ടിയെ സംവിധാനിക്കുക. ഇതാണ് ഇവിടെ ഹിദായത്ത് പറഞ്ഞാൽ. ഈ ഹിദായത്ത് ആരാണ് നൽകിയിട്ടുള്ളത്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലെങ്കിൽ മനുഷ്യനോ ഒരു സൃഷ്ടിക്കും ചെയ്യാൻ സാധിക്കാത്തൊരു സംഗതിയാണ്. ഇവിടെ മനുഷ്യൻ്റെ ശരീരഘടന മാത്രം എടുത്താൽ, അവൻ്റെ ജീവിത രീതി മാത്രം എടുത്താൽ പോലും ഒരു മനുഷ്യനും കൈ കടത്താൻ പറ്റാത്ത ഒന്നാണ് ആ സംഗതി എന്ന് പറയുന്നത്.
കാരണം മനുഷ്യനിവിടെ അവൻ്റെ ധാർമ്മികമായിട്ടുള്ള നിയമോപദേശങ്ങളോ മറ്റോ ഒന്നുമില്ല എന്ന് വെക്കുക. അവരൊരു ജന്തു എന്നുള്ള ആൾക്ക് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ, മറ്റ് ജീവജാലങ്ങളെപ്പോലെ ജീവിക്കുകയാണെങ്കിൽ തന്നെ അവനാവശ്യമായിട്ടുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും അതിനാവശ്യമായിട്ടുള്ള മാർഗദർശനം നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാരാ? ഇതിൽ സൃഷ്ടികൾക്കാർക്കാലും മനുഷ്യന് അവൻ്റെ മാതാപിതാക്കൾക്കോ അവൻ്റെ പരിസ്ഥിതികൾക്കോ വല്ല പങ്കുണ്ടോ? ഒന്നുമില്ല. അത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മാത്രം പരിധിയിൽ വരുന്ന, അവൻ്റെ മാത്രം കഴിവിൽ വരുന്ന, അവൻ്റെ മാത്രം യോഗ്യതയിൽ വരുന്ന ഒരു സംഗതിയാണ്. അതാണ് ഇവിടെ ഫഹദാറിന്. വല്ലതി ഖലഖ ഫസവ്വ വല്ലതി ഖദ്ദറ ഫഹദ വല്ലതി അഖ്റജൽ മറ. എന്നിട്ട് മനുഷ്യന് അവൻ്റെ വളർത്തി മൃഗങ്ങൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഒക്കെ മേഞ്ഞു നടക്കാൻ പാകത്തിലുള്ള മറ, മേച്ചിൽ സ്ഥലങ്ങൾ. മേച്ചിൽ സ്ഥലം എന്ന് പറയുമ്പോൾ പുല്ലും വെള്ളവും മാത്രമല്ല, ജീവിതത്തിനാവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇവിടെ മറ എന്ന് പറഞ്ഞാൽ. അത് സംവിധാനിച്ചവൻ. ഫജഅലഹു ഉസാഅൻ നഹ്വ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങി ചപ്പിച്ച് ചവറുകളായിട്ട് മാറ്റുന്നതും ആരാണ്? അള്ളാഹുവിൻ്റെ തന്നെ നിശ്ചയമാണ്. അപ്പോൾ ഇതൊക്കെ സംവിധാനിച്ചത് ആരാണ് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന നിങ്ങളുടെ നാഥൻ ഇതാണ്. അപ്പോൾ മനുഷ്യൻ സമ്മതിക്കുന്ന വസ്തുതയെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവനോട് ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു വസ്തുത നിങ്ങൾ അംഗീകരിക്കണമെന്ന് അവനോട് ആവശ്യപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനാണ് ജബ്ബാർ ഇതിലൊന്നുമില്ല എന്ന് പറയുന്നത്. ഇതിലുണ്ട്. കാരണം ചിന്തിക്കണം, മനുഷ്യന് മനസ്സിലാവുന്നതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ജബ്ബാറിനെ പോലെ ചിന്തിക്കാൻ തയ്യാറില്ലാത്ത, കുറ്റം മാത്രം കണ്ടെത്താൻ ശ്രമിക്കുകയും കുറ്റമില്ലാത്ത ഒന്നിൽ കുറ്റം ആരോപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാകാതെ പോകുന്നുവെങ്കിൽ അത് വിശുദ്ധ ഖുർആനിൻ്റെ തെറ്റല്ല, അത് അവരുടെ ബുദ്ധിക്ക് സംഭവിച്ചിട്ടുള്ള മാന്യത്തിൻ്റെ, ജബ്ബാറിൻ്റെ പറഞ്ഞല്ലോ ഒന്നും മനസ്സിലാകുന്നില്ല, ആ ബുദ്ധിമാന്യത്തിൻ്റെ കാരണമാണ്. അതിന് ചികിത്സ വേറെ നടത്തിയ നിർവാഹമുള്ളൂ എന്നാണ് ജബ്ബാറിനോട് നമ്മൾക്ക് പറയാനുള്ളത്.